إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടു കൂടി അമലുകളെ ക്രമപ്പെടുത്തി മുന്നോട്ടേക്ക് ജീവിതം നയിക്കണേ എന്ന് ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. സൃഷ്ടാവായ റബ്ബിന്റെ അടുത്ത് നല്ല ഹിദായത്തും ഈമാനും ആരോഗ്യവും അള്ളാഹു നമുക്ക് പരിപൂർണമായും നൽകുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൃഷ്ടി വൈഭവവും സ്വഭാവ മഹാത്മ്യവും നാം ഒരുപാട് പഠിക്കേണ്ട ചരിത്രം തന്നെയാണ്. ചരിത്ര വായന അവസാനിക്കാൻ പാടില്ല. ചരിത്രം അത് തുടരുന്നതാണ് എന്നാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞെങ്കിലും ജീവിതം കഴിഞ്ഞിട്ടില്ല. ആ ചരിത്രം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളിലൂടെ, വൃദ്ധരിലൂടെ, സ്ത്രീകളിലൂടെ, ലോകത്തുള്ള മനുഷ്യരുടെ മനസ്സിലൂടെ, ബാങ്കിലൂടെ, ഇഖാമത്തിലൂടെ, നിസ്കാരത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്യോന്യനായ ഒരു വ്യക്തിയാണ്. ആ റസൂലുള്ളാഹിയോട് ശത്രുക്കൾ ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ സഹാബികളിൽ പലരും പറഞ്ഞു, നബിയെ ഒന്ന് അവർക്കെതിരെ ശപിച്ചു പ്രാർത്ഥിക്കും എന്ന് പലപ്പോഴും പറയാറുണ്ടായിരുന്നു. അല്ലാഹു റസൂൽ പറയാണ്, ഇന്നി
ഞാൻ ശാപവാക്ക് പറയാൻ വന്നവനല്ല. വലാകിൻ ഇന്നി ബുഇത്തു മുഹ്ദാത്ത്, ഞാൻ ഹിദായത്തിന്റെ ആളായിട്ട് റഹ്മത്തിന്റെ ആളായിട്ട് വന്നവനാണ് എന്നാണ്. ഇന്നി അന ബിമൻസിലത്തിൽ വാലിദ്, ഞാൻ നിങ്ങളിൽ ഒരു പിതാവിന്റെ സ്ഥാനത്താണ്, അതുകൊണ്ട് ഞാൻ അല്ലിമുക്കും, നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നു എന്നാണ്. ഒരിക്കൽ പോലും റസൂലുള്ളാഹ് ലഅനത്തിന്റെ വാക്ക് പറഞ്ഞിട്ടില്ല, കുറ്റപ്പെടുത്തുന്ന വാക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ള ചരിത്രങ്ങൾ നാം മനസ്സിലാക്കിയവരാണ്. അപ്പൊ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്നുള്ളത് ഖുർആനാണ്. ആയിഷ ബീവി അത് പ്രഖ്യാപിച്ചു, കാന ഖുലുഖുഹു അൽ ഖുർആൻ എന്ന്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖാഫിൽ ഒന്നുകൂടി അത് അടിവരയിട്ട് പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത് പവിത്രമാണ്. പവിത്രമാണ്. എന്താണ് പവിത്രം എന്ന് പറഞ്ഞാൽ? എന്താണ് പവിത്രം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? ഒരു കളങ്കവും ഇല്ലാത്തതാണ്. നമ്മുടെ ജീവിതത്തിന് അൽഗോരിതം മാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി, സാമൂഹികമായി ആ ജീവിതത്തിന്റെ അൽഗോരിതം മാറുവാൻ ആഗ്രഹിക്കുന്നവർ റസൂലുള്ളാഹിയെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ലോകം ഇന്ന് പ്രഖ്യാപിക്കുന്ന വിഷയം. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാമിലേക്ക് ആകർഷിതരായവർ ഒന്നടങ്കം പ്രഖ്യാപിച്ച പ്രഖ്യാപനം ഇസ്ലാം എന്താണെന്ന് കൃത്യമായി ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ അല്ലലോ അലട്ടലോ ഇല്ല എന്നാണ്. എന്താണ് അല്ലലും അലട്ടലും എന്ന് പറഞ്ഞാൽ? സമ്പത്തില്ലാത്തത് കൊണ്ടാണോ? അല്ല. സൗകര്യമില്ലാത്തത് കൊണ്ടാണോ? അല്ല. ഭക്ഷണ വിഭവങ്ങൾ കുറഞ്ഞത് കൊണ്ടാണോ? അല്ല. ഈ പള്ളിയിൽ ഇരിക്കുന്ന നമ്മുടെ എല്ലാവർക്കും അല്ലലും അലട്ടലുകളും അസ്വസ്ഥതകളും ഉള്ളവരാണ്. പക്ഷെ നമുക്ക് ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത ആരെങ്കിലും ഈ പള്ളിയിൽ ഇരിക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് ആർക്കെങ്കിലും വീടില്ലാത്തവരാണ് ഈ പള്ളിയിൽ ഇരിക്കുന്നവർ? അല്ല. നല്ല വീടുണ്ട്, നല്ല വാഹനമുണ്ട്, നല്ല സൗകര്യമുണ്ട്. പക്ഷെ ജീവിതത്തിൽ അല്ലലും അലട്ടലും അലച്ചിലുമില്ലേ? പലപ്പോഴും ഉണ്ട്. എന്തുകൊണ്ട്? എന്നാൽ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പുറത്ത് അടയാളമായിരുന്നു. നബിക്ക് തലയണ കൊണ്ട് കൊടുക്കുകയാണ്, വിരിപ്പ് കൊണ്ട് കൊടുക്കുകയാണ്, കിടക്കാൻ, ഉറങ്ങാൻ. കാരണം റസൂലുള്ളാഹിയുടെ പുറം അടയാളം കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞു, ഞാനിങ്ങനെ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു. അബൂബക്കറും ഉമറും റസൂലുള്ളാഹിന്റെ കാലഘട്ട ശേഷം ഉമറുള്ളാഹിന്റെ മകൾ കൊണ്ട് കൊടുത്തു. ഇതുപോലെ ഉമറുള്ളാഹിനെ പറഞ്ഞു, നിന്റെ ഉപ്പാനെ കണ്ടിട്ടില്ലേ? ഉപ്പ എങ്ങനെ എഴുന്നേൽക്കുമ്പോണ്ടായത്? പുറത്തൊക്കെ അടയാളമൊക്കെ ഉണ്ടായിരുന്നു. നീ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ലേ? ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ പുറത്ത് അടയാളം ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിരുന്നു. എങ്കിൽ ഞാനും അവര് ജീവിച്ച പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് വലിയ വിഭവങ്ങളോ വീടോ കോട്ടകൊത്തളമോ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ ജീവിതത്തിൽ അല്ലലും അലട്ടലും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താണ് അല്ലലും അലട്ടലും ഉണ്ടാകുവാനുള്ള കാരണം? നാം ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. ജീവിതം എന്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. അത് പഠിക്കാത്തത് കൊണ്ട് തന്നെ അള്ളാഹു നമ്മെ കൈവിട്ടുവോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. സൂറത്തുൽ ബഖറയിലെ നമുക്ക് അറിയുന്ന ആയത്തിന്റെ ചെറിയൊരു കഷ്ടമാണ്. ചില നബിമാർക്ക് അള്ളാഹു പവിത്രത കൊടുത്തു. അതിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത ആർക്ക് കൊടുത്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തു. അത് മൈക്ക് കെട്ടി പറയേണ്ട ആവശ്യമില്ല. അത് റോഡുകളിൽ ബ്ലോക്ക് ആക്കി ധർണ നടത്തി, പ്രകടനം നടത്തി, പിക്കറ്റിംഗ് നടത്തി, ശബ്ദഘോഷങ്ങൾ നടത്തി, പ്രഘോഷണങ്ങളിലൂടെ പ്രഖ്യാപിക്കേണ്ടതല്ല ആ ഫദ്ല് എന്നുള്ളത്. അത് അവനവൻ ജീവിച്ച് കാണിക്കേണ്ടതാണ്. റാലി നടക്കുമ്പോ അതിനിടയിലൂടെ അത്യാവശ്യക്കാരൻ വണ്ടി എടുത്തു പോകുമ്പോ ആ റാലിക്കെതിരെ അസഹിഷ്ണുത കാണിക്കുന്നവൻ അവന് എന്ത് ജീവിതത്തിലാണ് കാണിച്ചു കൊടുക്കുക? എന്ത് ജീവിതം അവനിക്കുള്ളത്? ആ റാലിക്കെതിരെ സംസാരിക്കുന്നവരോട് അസഹിഷ്ണുത കാണിക്കുന്നവർ അവർക്ക് എന്ത് ജീവിതമാണുള്ളത്? അപ്പൊ ജീവിതത്തിൽ അല്ലലും അലട്ടലും ഉണ്ടാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്നെ എന്റെ അള്ള കൈവിട്ടുവോ എന്നൊരു ചിന്തയാണ്. റസൂലുള്ളാഹിയെ അള്ള ഏറ്റെടുത്തു.
എന്തുകൊണ്ട് ഏറ്റെടുത്തു? റസൂലുള്ളാഹിയുടെ ആ സ്വഭാവമാണ്. അതുകൊണ്ട് സൂറത്തുൽ ഖുർആൻ തന്നെ പറഞ്ഞത്, നബിയെ നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. എന്നാൽ റസൂലുള്ളാഹിയുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടി. അതുകൊണ്ട് റസൂലുള്ളാഹി എന്താ ചെയ്തത്? എല്ലാവരോടും കാരുണ്യം കാണിച്ചു, എല്ലാവരോടും സ്നേഹം കാണിച്ചു, എല്ലാവരോടും പക്വമായി പെരുമാറി. ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഔദാര്യമായി ഒരുപാട് സവിശേഷതകൾ റസൂലുള്ളാഹിക്ക് കിട്ടിയെന്ന്. എന്തൊക്കെയോ പ്രത്യേകതകൾ റസൂൽ പറഞ്ഞു. 5 കാര്യമാണ്. ഒന്ന്, മുന്നേ ഒരു നബിമാർക്കും കിട്ടാത്ത പ്രത്യേകത റസൂലുള്ളാഹിക്ക് അള്ളാഹു കൊടുത്തു. എന്തൊക്കെയാ? ഒന്ന്, 1 മാസം യാത്ര ചെയ്യാൻ പേടിയില്ലാതെ. അത് അന്ന് വലിയൊരു സംഭവമാണ്, ഇന്ന് നമുക്ക് വലിയ സംഭവമൊന്നുമല്ല. ഒരു പേടിയില്ലാതെ യാത്ര ചെയ്യുവാനുള്ള സൗകര്യം ആ കാലഘട്ടത്തിൽ അങ്ങനെ പറ്റിയിരുന്നില്ല. എന്നാൽ പേടിക്കണം പുറത്തിറങ്ങേണ്ടി. പ്രത്യേകിച്ച് ഇസ്ലാം സ്വീകരിച്ച വ്യക്തികൾ ഒന്ന് അടുത്തിരിക്കാൻ പറ്റുന്നവർ അടുത്തിരുന്നല്ലായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ യാത്രകൾ ദുർഘടമായിരുന്ന ഒരു കാലഘട്ടം. ഞാൻ നിങ്ങൾ ഓർക്കേണ്ടത്, ആ ചങ്ങല പൊട്ടി വന്നൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, അല്ലെ? ഇസ്ലാം സ്വീകരിച്ച കാരണത്താൽ ഒരു മനുഷ്യൻ ചങ്ങല പൊട്ടിച്ചു വരുന്നു, കൈകാലുകളിൽ രക്തമൊലിക്കുന്നു, നബിയെ എന്നെ ഏറ്റെടുക്കണമെന്ന് പറയുന്നു. റസൂൽ പറഞ്ഞ്, ഏറ്റെടുക്കാൻ എനിക്കൊരു വകുപ്പുമില്ല, ഞാൻ കരാറിൽ ഒപ്പിട്ട് പോയി, തിരിച്ചു പോയിക്കോ. ഒരു കരാർ അങ്ങനെയാണ്. ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ സ്വീകരിക്കാൻ പറ്റൂല, തിരിച്ചയക്കണം. ഞാൻ കരാറിൽ ഒപ്പിട്ടു, ഇനി ഏറ്റെടുക്കാൻ പറ്റൂല, തിരിച്ചു പോയിക്കോ എന്ന് പറയുന്ന ഒരു ഘട്ടം ചരിത്ര വിശദീകരണമല്ല. അവിടെ അത്രമാത്രം പീഡനങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ റസൂൽ പഠിപ്പിക്കുകയാണ്, 1 മാസം ദൈർഘ്യമുള്ള നാട്ടിലെ ആ യാത്ര നിങ്ങൾക്ക് ഒരു പേടിയുമില്ലാതെ യാത്ര ചെയ്യുവാനുള്ള ഒരു കാലഘട്ടം വരുമെന്ന് നമ്മൾ അനുഭവിക്കുന്നില്ല. ആ സൗകര്യം അത് റസൂലുള്ളാഹിയുടെ ഉമ്മത്തിനുള്ള ഔദാര്യമായി പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹിയുടെ ഔദാര്യമായി പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹിക്ക് അല്ലാഹു കൊടുത്ത പ്രത്യേകതയായി പഠിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്, അല്ലേ? രണ്ടാമതായി റസൂൽ പറഞ്ഞു, ഭൂമി മുഴുവൻ പള്ളിയാണ്. ഭൂമി മുഴുവൻ പള്ളിയാണ്. നിസ്കരിക്കണമെങ്കിൽ 4 ചുമരുകളുള്ള പള്ളികളായി ലക്ഷങ്ങൾ ചെലവഴിച്ച് പള്ളി കെട്ടിയാൽ മാത്രമേ നിസ്കാരം പൂർത്തിയാവുന്നില്ല. ഭൂമി മുഴുവൻ പള്ളിയാണ്. നിങ്ങൾ യാത്രയിൽ എവിടെയാണോ എത്തുമ്പോൾ നിസ്കാരത്തിന് സമയമാകുന്നത് അപ്പോൾ നിസ്കരിക്കുക. റസൂലുള്ളാഹിയുടെ കാലഘട്ടം അങ്ങനെയാണ്. എന്നിട്ട് ജമ്മും കസ്റുമാക്കി എന്നുള്ള മറ്റൊരു രസം, അല്ലെ? നമ്മുടെ ആൾക്കാര് ഇവിടെ ജമ്മും കസ്റുമായി നിസ്കരിക്കേണ്ട അവസ്ഥ പറയുമ്പോ ചില കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ വളയങ്ങളിൽ ചുറ്റുപൊതിഞ്ഞ് ആകെ കുടുങ്ങി നിൽക്കുന്നവർ പറയാറുള്ളത്, എത്ര കിലോമീറ്റർ ആയിട്ടുണ്ടോ, അതിൽ 1/2 കിലോമീറ്റർ കുറഞ്ഞു പോയോ, എങ്കിലെന്തില്ല, ജമ്മു കസ്റുമില്ല എന്നാണ് ഫിഖ്ഹിന്റെ മാറാപ്പുകൾ പലപ്പോഴും പഠിപ്പിച്ചത്. അങ്ങനെയൊന്നുമില്ല. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ എവിടെ യാത്ര ചെയ്തത്? എവിടെയാ? കുതിരപ്പുറത്താണ്, ഒട്ടകപ്പുറത്താണ്. എവിടുന്ന് നിസ്കരിക്കാം, സമയമായ അവിടെ ഇറങ്ങാൻ നിസ്കരിക്കാം. ഭൂമി മുഴുവൻ പള്ളിയാണ്. എന്നിട്ടും അല്ലാഹു റസൂൽ എന്ത് ചെയ്തു? 18 ദിവസം തുടർച്ചയായിട്ട് ജമ്മു കസ്റുമാക്കിയതാണ്. 18 ദിവസം തുടർച്ചയായിട്ട്. എന്നിട്ടും റസൂൽ എന്ത് ചെയ്തു? ജമ്മും കസ്റുമാക്കി. കാരണം അതൊരു ഇളവാണ്, എന്റെ വിഷയമൊന്നുമല്ല. അപ്പോ ജമ്മും കസ്റാക്കാൻ നമ്മളുടെ 3 ദിവസം ഉണ്ടല്ലോ, റൂം എടുത്തിനല്ലോ, സൗകര്യം ഉണ്ടല്ലോ, യാത്ര ഉണ്ടല്ലോ, പള്ളി അപ്പുറത്ത് ഉണ്ടല്ലോ, ശരിയാണ്. പക്ഷെ യാത്രക്കാരനാണെങ്കിൽ ജമ്മും കസ്റും ആക്കുവാനുള്ള സൗകര്യം, ഇളവ് അനുവദിക്കപ്പെട്ട യാത്രയാണെങ്കിൽ അത് ചെയ്യണം. അത് അള്ളാഹ് അനുവദിച്ചതാണ്, അതാണ് കൂലി. അത് അള്ളാഹ് നമുക്ക് ഒരു ഓഫറാണ്, ഒരു ഔദാര്യമാണ്. അപ്പോ ഭൂമി മുഴുവൻ പള്ളിയാക്കിയിരിക്കുന്നു, എവിടെ നിസ്കരിക്കാം. ചില ആളുകള് നമ്മുടെ ഈദ്ഗാഹിലൊക്കെ വരുമ്പോ പറയും, കണ്ടോ, നായ മൂത്രമൊഴിച്ച, നായ കാഷ്ടിച്ച പറമ്പിലാണോ നിസ്കരിക്കുക എന്ന് ചിലർക്ക് തോന്നും, അല്ലേ? അങ്ങനെയില്ല. അല്ലാഹു റസൂൽ പറഞ്ഞു, ഭൂമി മുഴുവൻ ശുദ്ധിയാണ്. കടപ്പുറത്ത് പോയാലും ബീച്ചിൽ പോയാലും ഏത് സ്ഥലങ്ങളിലെത്തിയാലും നിസ്കരിക്കാതിരിക്കുവാൻ ഒരു ന്യായമില്ല. ജംഉം കസ്റും ആക്കുവാൻ പറ്റുന്ന സമയമാണെങ്കിൽ അങ്ങനെ നീട്ടാം, അങ്ങനെ മാറ്റി വെക്കാം എന്നതല്ലാതെ വേറെ ഒരു ഇളവും
നിസ്കാരം മാറ്റി വെക്കാനില്ല, ഭൂമി മുഴുവൻ പള്ളിയാക്കിയിരിക്കുന്നു. ഇത് മുസ്ലിം ഉമ്മത്തിന്, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് മാത്രം നൽകിയ ഒരു പ്രത്യേകതയാണ്. അതിന് മുന്നേയുള്ള ഉമ്മത്തിന് അതാത് സമയത്ത് നിശ്ചയിച്ചോളണം, സമയം തെറ്റാൻ പറ്റൂല. പിന്നെ യുദ്ധം മുതൽ അനുവദിക്കപ്പെട്ടു. നാലാമത് അഞ്ചാമത് മറ്റുള്ള നബിമാരൊക്കെ ആ കാലഘട്ടത്തിൽ മാത്രമായിരുന്നു അല്ലെ. മുഹമ്മദ് റസൂലുള്ളാഹി ലോകാവസാനം വരെയാണ്, പിന്നെ ഒരു നിഴൽ നബിന്റെ ആവശ്യമില്ല. റസൂലുള്ള വഫാത്തായാലും ലോകം എപ്പോഴാണോ അവസാനിക്കുക അത്രയും കാലം വരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് നബിയായിട്ടുള്ളത്, വേറെ ആൾ ആവശ്യമില്ല. അതിനുശേഷമാണ് വറദത്തുൽ അംബിയ ഉണ്ടാവും. അംബിയാന്റെ റസൂലുള്ളാഹിയുടെ അനന്തരാവകാശികളുണ്ട്. അതാരാ? അത് നമ്മളാണ്. ഈ ഖുതുബ കേൾക്കുന്ന നിങ്ങളാണ്, ഖുതുബ പറയുന്ന ഞാനാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ പണിയാണ് റസൂലുള്ളാഹിയുടെ അനന്തര സ്വത്ത് ഏറ്റെടുക്കുക എന്നുള്ളത്. സൂറത്തുൽ ഹദീദിൽ പറഞ്ഞതുപോലെ, എന്താ ഹദീദിൽ പറഞ്ഞത്? ഇന്ന അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികൾക്ക് മുകളിൽ പ്രദർശിപ്പിച്ച അമാനത്തുണ്ട്. ആ അമാനത്ത് ദഅവത്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് റസൂൽ നമ്മെ ഏൽപ്പിച്ചു, കാരണം നമ്മൾ അനന്തരാവകാശികളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ സ്വത്ത് ഏറ്റെടുത്ത അനന്തരാവകാശികളാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രഖ്യാപിച്ചതും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ നമുക്ക് റസൂലുള്ളാഹിയുടെ ബന്ധമുണ്ട്. എന്താ? നമ്മുടെ അനന്തരാവകാശികളാണ്. ആരുടെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശികളാണ്. അതിന്റെ ഒരു അഭിമാനബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. അഭിമാനബോധം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അത് നിർവഹിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അഞ്ചാമതായി റസൂൽ പഠിപ്പിച്ചു അന സയ്യിദു വൽദി ആദം. അന സയ്യിദ്, സയ്യിദ് നമുക്കറിയാലോ അല്ലെ, നേതാവാണ്. ആദമിന്റെ മക്കളുടെ മുഴുവൻ ലോകത്തുള്ള ജനങ്ങളുടെയും ആരാണ്? സയ്യിദാണ് ഞാൻ. വഅവ്വലു മൻ യുൻശഖു അൽ ഖബർ വഅവ്വലു ശാഫിഉ വഅവ്വലു മുശഫഅ. ആദ്യമായിട്ട് ശഫാഅത്ത്, നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വിശദീകരിക്കേണ്ടതാണ്. അതേപോലെ റസൂലുള്ളാഹി മറ്റൊരു പ്രത്യേകത പറഞ്ഞു, മാ ബൈന ബൈതി വമിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് റൗളയാണ്. ഇന്ന് സമൂഹം ഏറെക്കുറെ തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത ഒരു മേഖലയാണത്. പാട്ട് പോലും ഉണ്ടല്ലേ, റസൂലുള്ളാഹിയുടെ റൗള കാണാൻ തുണയേകണേ അല്ലാഹ് എന്ന് പറഞ്ഞ പാട്ടുകൾ പോലും അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. സമൂഹം തെറ്റിദ്ധരിച്ച റൗള എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ ഖബറാണ് എന്നാണ്. അവിടെ കാണുന്ന ഖബറും ഖബറിന്റെ രൂപങ്ങളും ഖബറിന്റെ സ്ഥലവുമാണ് റൗള എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്തിനേറെ ഉംറയും ഹജ്ജും ചെയ്തവർക്ക് പോലും ഏതാണ്ട് റൗള എന്ന് കാണാം. പക്ഷെ എന്തോന്നറിയില്ല, പൈശാചിക പ്രവർത്തനം മൂലം ആ മനുഷ്യന്മാർക്ക് മറവി ബാധിക്കാൻ ഇവിടെത്തുമ്പോഴേക്ക്. അങ്ങനെയാണ് പിശാചിക പ്രവർത്തനം, അത്ര സൂക്ഷ്മമാണെന്ന് അർത്ഥം. ആരെങ്കിലും തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ ഒന്ന് ഉംറക്കോ ഹജ്ജിനോ പോയാൽ ഒന്ന് നോക്കണം ഏതാണ് റൗള എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പഠിപ്പിച്ച് എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് റൗള, കൃത്യമാണ്. അത് അല്ലാഹു റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കൊടുത്ത ഒരു ഔദാര്യമാണ്. മാ ബൈന ബൈതി വമിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന്. അതേപോലെ റസൂലുള്ളാഹിക്കാണ് ഏറ്റവും കൂടുതൽ ധാരാളം അനുയായികൾ ഉണ്ടാവുക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹമാണ്. 18 അനുയായികൾ, തീരെ അനുയായികൾ ഇല്ലാത്തവര്, അങ്ങനെ കുറച്ച് അനുയായികളുള്ളവര്, 50 അനുയായികളുള്ളവര് ഒക്കെ അമ്പിയാക്കന്മാരുണ്ടാവുന്നതാണ്. അനുയായികൾ തീരെ ഇല്ലാത്ത അമ്പിയാക്കന്മാര്, അനുയായികൾ 18 അനുയായികൾ അമ്പിയാക്കന്മാര്, 50 അനുയായികൾ അമ്പിയാക്കന്മാര്, ഇങ്ങനെയുള്ള അമ്പിയാക്കന്മാരൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ അസംഖ്യം ജനങ്ങളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാവുക എന്നാണ്. ആ നല്ല ഉമ്മത്തിൽപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സ്വർഗത്തിൽ ആദ്യമായി റസൂലുള്ളാഹിയാണ് കാലുകുത്തുക. സിറാത്ത് പാലം ആദ്യമായി കടക്കുക റസൂലുള്ളാഹിയാണ്. അൽ വസീല ലഭിക്കുന്ന ഏക പ്രവാചകൻ, ഏക മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അൽ വസീല, എന്താണ് അൽ വസീല? എന്താണ് അൽ വസീല? സഹോദരന്മാരെ, ഇദാ സമിഅതുൽ മുഅദ്ദിൻ ഫഖൂലു മിസ്ല മാ യഖൂൽ തുമ്മ സല്ലു. ഒരു ബാങ്ക് വിളിക്കുന്നയാൾ ബാങ്ക് വിളി കേട്ടാൽ, ബാങ്ക് വിളിക്കുന്നവന്റെ ബാങ്ക് വിളി നിങ്ങൾ കേട്ടാൽ നിങ്ങൾ അതുപോലെ പറയണം. فإنه من صلى علي صلاة صلى الله عليه عشرا. അങ്ങനെ നിങ്ങൾ അതിനുശേഷം എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അങ്ങനെയാണ് നിങ്ങൾക്ക് 10 സ്വലാത്ത് ഉണ്ടാകും. ثم صلوا لي الوسيلة.
പിന്നെ നിങ്ങൾ എനിക്ക് വസീലത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല. അല്ലേ? ആതി അല്ലാഹുവിന് നൽകണേ, മുഹമ്മദൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകണേ, അൽ വസീല വസീല നൽകണേ. ആതി മുഹമ്മദനിൽ വസീല വൽ ഫദീല وابعثه مقاما محمودا الذي وعدته. അപ്പോൾ വസീല റസൂലുള്ളാഹിക്ക് കൊടുക്കണേ. فإذ سلوا لي الوسيلة فإنها منزلة في الجنة. എന്താ ഈ വസീല എന്ന് പറഞ്ഞാൽ? فإنها ആ വസീല എന്ന് പറഞ്ഞാൽ മൻസിലത്തുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു സ്ഥാനമാണ്. ലാ തൻബഗി ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാഹി തആല. അല്ലാഹുവിന്റെ ഒരടിമക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. അല്ലാഹുവിന്റെ ഒരടിമക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. വഅർജു അൻ അകൂന അന ഹുവ. ഞാൻ ആ അടിമയിൽപ്പെടാൻ ആഗ്രഹിക്കുന്നു. റസൂലുള്ളാഹിക്കാണ് കിട്ടുക. റസൂൽ അതിന് ആഗ്രഹിക്കുന്നു. അപ്പൊ എന്ത് വേണം? നമ്മൾ പ്രാർത്ഥിക്കണം. എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? റസൂലുള്ളാഹിക്ക് എന്തായാലും കിട്ടുമല്ലോ. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചാലും റസൂലുള്ളാഹി കിട്ടും. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെന്തായാലും മെച്ചം എന്നൊക്കെ തോന്നാം. എങ്കിൽ ഫമൻ സഅല ലീ അൽ വസീല, എനിക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും വസീലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഹല്ലത് ലഹു അശ്ശഫാഅ, ഒരു ശഫാഅത്ത് കിട്ടും. മാഷാഅല്ലാഹ്. എനിക്ക് വസീലത്ത് കിട്ടാൻ നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ എന്റെ ശഫാഅത്ത് ആർക്ക് കിട്ടും? ആ പ്രാർത്ഥിച്ചവർക്ക് കിട്ടും. അല്ലാഹു കൂടെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, അപ്പൊ ശഫാഅത്ത്, റസൂലുള്ളാഹിയുടെ ശഫാഅത്ത് കിട്ടാൻ നമ്മൾ വസീലത്തിന് വേണ്ടി റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ റസൂലുള്ളാഹിക്ക് കൊടുത്ത ഓഫറാണ് വസീല എന്നുള്ളത്. അത് റസൂലുള്ളാഹിക്ക് കൊടുത്താണ്. പിന്നെ അൽ കൗസറാണ്. അൽ കൗസർ നാം ഓതി കേൾപ്പിക്കപ്പെട്ട സുപരിചിതമായ ആയത്താണ്. അൽ കൗസറാണ്. അത് വിശദീകരിക്കേണ്ടതാണ്. ഈ രൂപത്തിൽ അല്ലാഹു റസൂലിനെ അല്ലാഹു ബഹുമാനിച്ചപ്പോ അതേ അല്ലാഹു റസൂലിനെ കുറിച്ച് അത് എടുത്തു പറഞ്ഞതാണ്. എന്ത്? ആ റസൂലുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മനുഷ്യരെയും ജീവികളെയുമാണ്. അതിൽ ആ റസൂൽ ഏറ്റവും ഇഷ്ടം കാണിച്ചത് ഉമ്മത്തിനോടാണ്. ശഫാഅത്ത് കൊടുക്കുന്ന വിഷയത്തിൽ റസൂൽ ഏറ്റവും ആർത്തി കാണിക്കേണ്ടതാണ്. ആ ഹൗദുൽ കൗസറിന്റെ നേരത്തെ റസൂലുള്ള ഒരു പറ്റം ആൾക്കാരെ ആട്ടി അകറ്റുമെന്നാണ്. ആട്ടുക എന്ന് പറയൂലേ, ആട്ടിപ്പയക്കുമെന്നാണ്. ആട്ടിപ്പയച്ച അങ്ങനെ ഞാൻ വിടൂലടാ എന്ന വാശിയല്ല. നമ്മളങ്ങനെയല്ല. ആട്ടിപ്പയച്ചൊരു വാശി ഉണ്ടാവും. അങ്ങനെ അവനെ വിടുവോ? ഞാൻ എന്നോടല്ലേ കളിച്ച്? അങ്ങനെയല്ല. റസൂലുള്ള കരയാണ്. ശേഷം റസൂലുള്ളാഹിയുടെ കണ്ണുനീര് വരികയാണ്. എന്താ അറിയോ? എന്റെ ഉമ്മത്തിന് എന്റെ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. ആ വിഷമം റസൂലുള്ളാഹിക്കുണ്ട്. ഇതാണ് എല്ലാ സ്ഥാനം കിട്ടിയിട്ടും എല്ലാ സ്ഥാനത്തിനും അർഹനാണ് എന്നറിഞ്ഞിട്ടും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് വിങ്ങുകയാണ്. ആർക്ക് വേണ്ടി? ഉമ്മത്തിന് വേണ്ടി. ഇതായിരിക്കണം നമ്മൾ. റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നവർക്കുണ്ടാവേണ്ട വികാരം ഇതായിരിക്കണം. റസൂലുള്ളാഹിയെ ഓർക്കുന്നവർക്കുണ്ടാവേണ്ട വികാരം ഇങ്ങനെയായിരിക്കണം. എങ്ങനെ? സ്നേഹമായിരിക്കണം. എല്ലാവരും സ്നേഹം, എല്ലാവരെയും സ്നേഹിക്കാനുള്ള ആ ഒരു താല്പര്യം ഉണ്ടാവണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅ ഹുദാ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടുകൂടി അമലുകളെ മുന്നോട്ടേക്ക് നയിക്കണേ എന്ന് ഒന്നുകൂടി ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ഈമാനും പരിപൂർണമായ ആരോഗ്യവും നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, പറഞ്ഞത് എല്ലാം ഓരോ പോയിന്റുകൾ മാത്രം വിശദീകരിക്കേണ്ടതാണ്. ഹൗദുൽ കൗസർ വിശദീകരിക്കേണ്ടതാണ്, ശഫാഅത്ത് വിശദീകരിക്കേണ്ടതാണ്, ഓരോ ഭാഗവും വിശദീകരിക്കേണ്ടതാണ്. പക്ഷെ എന്നാലും സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് കാര്യങ്ങൾ ചുരുക്കി പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്
സുന്നത്തുകൾ പരമാവധി നമ്മൾ സ്വീകരിക്കണം. ഇപ്പോൾ വുളു എടുക്കുമ്പോൾ ചില ആളുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടാവും അല്ലേ? റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ് പല്ല് തേക്കണം. അള്ളാഹു നിർബന്ധമാക്കും എന്ന് ഭയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ വുളുവിൻ്റെ കൂടെ മിസ്വാക്ക് ഞാൻ കൽപ്പിക്കുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് കൽപ്പിക്കാതെ? അത് നിർബന്ധമാകുമോ എന്ന് പേടിച്ചിട്ടാണ്. അപ്പോൾ റസൂല് നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഇസ്ലാം ലളിതമാവണം എന്നാണ്. ആരും എടങ്ങാറായിപ്പോയല്ലോ എന്ന് വിചാരിക്കരുത്. എടങ്ങാറില്ല എടങ്ങാറില്ല ഇസ്ലാമിൽ. അപ്പോൾ പല്ല് തേക്കൽ മിസ്വാക്ക് ചെയ്ത് നല്ലതാണ് എപ്പോ വുളുവിന് മുന്നേ. പക്ഷെ എന്തല്ല, നിർബന്ധമല്ല. എന്തുകൊണ്ട് കൽപ്പിച്ചിട്ടില്ല? നിർബന്ധമാകുന്നു പേടിച്ചിട്ടാണ്. പക്ഷെ റസൂൽ ഇത് ചെയ്തിരുന്നു, എപ്പോഴും പല്ല് തേച്ചിരുന്നു. നമ്മൾ ഇപ്പൊ എത്ര പ്രാവശ്യം വുളുണ്ടാവും? ഇന്ന് ബിക്ക് മുന്നേ ഒരു പ്രാവശ്യം, ജുമാഅത്തിന് ചുരുങ്ങിയത് 2 പ്രാവശ്യം ഉണ്ടാവും അല്ലേ? അത് ഒഴിവായിട്ടുണ്ടോ? സ്വീകരിച്ചിട്ടുണ്ടോ? ഒഴിവായിട്ടുണ്ടാവും. പലർക്കും ശ്രദ്ധിക്കണം. അറിയാതെ കിട്ടുന്ന ഒരു പ്രതിഫലമാണ് അല്ലേ? അത് സുന്നത്താണ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വുളു ഉണ്ടാക്കുമ്പോൾ റസൂലുള്ളാഹി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ കൽപ്പിച്ചിട്ട് റസൂലുള്ളാഹി വുളു എടുത്ത് കാണിക്കുകയാണ്. എങ്ങനെ അറിയാം? ഇന്നത്തെ പോലെ പൈപ്പും സംവിധാനമൊന്നുമില്ലല്ലോ. അപ്പൊ ആദ്യം ഒരു കപ്പ് വെള്ളം കോരിയിട്ട് 2 കൈയും പുറത്താക്കി കഴുകി. 2 കൈയും പുറത്താക്കി വൃത്തി കഴുകി. അത് വുളുവിന്റെ ഭാഗം, വുളുവല്ല, കഴുകി. ശേഷം ആ ബക്കറ്റിൽ കൈയിട്ട് വുളു കൊടുക്കണം. നമ്മളെ ഹൗദിൽ എങ്ങനെ വുളു കൊടുക്കുക അതുപോലെ വുളു കൊടുക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നത് ഇത് വുളുവിന്റെ പൂർണ്ണതയാണ്. അപ്പോ പാത്രത്തിൽ എത്ര അളവുണ്ടാവണം വെള്ളം എന്ന നിർദ്ദേശമൊന്നും വന്നിട്ടൊന്നുമില്ല. പകരം എത്ര കുറവായാലും ആ പാത്രത്തിൽ കൈയിടണമെങ്കിൽ എന്ത് വേണം? ആദ്യം കൈ വേറെ കഴുകണം. ഇതേ നിർദ്ദേശമാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ 2ാം ഖുതുബയിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഉറങ്ങി എഴുന്നേറ്റ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? പാത്രത്തിൽ കൈയിടരുത്. ഉറങ്ങി എഴുന്നേറ്റ ഉടനെ എന്ത് ചെയ്യരുത്? നിങ്ങൾ പാത്രം പിടിക്കരുത്. എന്ത് ചെയ്യണം? ആദ്യം കൈ കഴുകണം. കാരണം എന്താ? രാത്രി നിങ്ങളുടെ കൈ എവിടെയാണ് താമസിച്ചത് എന്നറിയില്ല. അതുകൊണ്ട് ആദ്യം കൈ കഴുകണം. എന്നിട്ട് നമ്മൾ അടുത്ത പരിപാടിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പഠിപ്പിച്ചു. അപ്പോൾ വുളു ഉണ്ടാക്കുമ്പോഴും അതേ ഒരു ശൈലി ഇസ്ലാം പഠിപ്പിച്ചു. അങ്ങനെ വുളു ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ എല്ലാ അവയവവും 3 പ്രാവശ്യം കഴുകുന്നു. തല 1 പ്രാവശ്യമാണ്. അപ്പൊ നമുക്കുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട്, എല്ലാം 3 ആണല്ലോ. അപ്പൊ തല മാത്രം എന്തേ? തല തടവലാണ്. അതന്നെയാണ് പ്രത്യേകത. എല്ലാം കഴുകുന്നതൊക്കെ 3ഉം തടവുന്നതൊക്കെ 1ഉം. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത് എന്നാണ്. അപ്പൊ അവിടെ ലോജിക്കൊന്നുമില്ല, അങ്ങനെ ബുദ്ധിയൊന്നുമില്ല. കാരണം റസൂൽ അങ്ങനെ പറഞ്ഞത് നമ്മളത്ര സ്വീകരിക്കുന്നുള്ളൂ. ശാഫിഈ ഇമാം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത് എനിക്കിഷ്ടം 1 തടവലാണ്. അദ്ദേഹം പറഞ്ഞ അഫ്ളലാണ് 1 തടവൽ എന്നാണ്. മാത്രം തല മുഴുവൻ തടവണം എന്നും പഠിപ്പിച്ചു. നമ്മുടെ വിഷയം അതുമല്ല. അതൊക്കെ പലരും സ്വീകരിക്കുന്നതും അറിയുന്നതുമാണ്. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ള വുളുവിന്റെ ഘടകമാണ് അല്ലെ? നമ്മൾ 2 മുൻകൈ കഴുകുന്നു, വായിൽ വെള്ളം കൊപ്പളിക്കുന്നു. നമ്മൾ വായു വെള്ളം കൊപ്പളിക്കാറുണ്ടോ? വായു വെള്ളം ഒഴിക്കും, തുപ്പുന്നു അല്ലെ? കൊപ്പളിക്കുക എന്ന് പറയുന്ന ആ ഒരു കർത്തവ്യം, ആ ഒരു കർമ്മം നടക്കേണ്ടതില്ലേ? അപ്പൊ വായു വെള്ളം കൊപ്പളിക്കണം. മൂക്കിൽ വെള്ളം കയറ്റുക, ചീറ്റുക അല്ലെ? എന്നാണ്. മൂക്കിൽ വെള്ളം കയറ്റുക, ചീറ്റുക. ആദ്യമായിട്ടൊക്കെ ചീറ്റുമ്പോൾ പ്രയാസമൊക്കെ ഉണ്ടാവും അല്ലെ? അത് ശീലമായി കഴിഞ്ഞാൽ ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രയാസം ഉണ്ടാവും. എന്തോ അങ്ങനെ തന്നെയാണല്ലോ, ശീലം ഒരു ഘടകമാണല്ലോ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ തുടങ്ങണം. കേട്ടല്ലോ, ഇന്ന് ആരോഗ്യത്തിന്റെ ഭാഗമായിട്ട് ചില യോഗാഭ്യാസികൾ പഠിപ്പിക്കുന്ന ഒരു യോഗമുറ കൂടിയാണ് എന്നത് മറ്റൊരു ഭാഷയാണ്. നമ്മൾ അതുകൊണ്ട് ചെയ്യണ്ട കേട്ടോ. ആ ഉള്ള മൂല്യം നഷ്ടപ്പെടും. പുതിയൊരു വീഡിയോ ഇറങ്ങുന്നത് നിസ്കാരത്തെ കുറിച്ച് അല്ലെ? നിസ്കാരത്തിന്റെ വീഡിയോ ഇറങ്ങിയിട്ട് പിന്നെ ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് നിസ്കാരത്തിന്റെ ഗുണം. പുതിയ വീഡിയോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വളരെ നല്ല ഫാസ്റ്റിൽ സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ശാസ്ത്രീയ ഗുണം എന്ന് പറഞ്ഞാൽ തലച്ചോർ ഭാഗത്തേക്ക് ബ്ലഡ് സർക്കുലേഷനുമായി ബന്ധപ്പെട്ട് എനിക്ക് ആ വിഷയം അറിയില്ല, അതുകൊണ്ട് അത്ര പറയുന്നില്ല. അങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രൂപത്തിൽ പോകുന്നുണ്ട്. അപ്പൊ നിസ്കാരം സുജൂദ് എന്നുള്ളത് ഈ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമാക്കുവാൻ വേണ്ടി പടച്ചോനുണ്ടാക്കിയ സംവിധാനമാണ് എന്നൊക്കെ പറഞ്ഞ് വണ്ണം കണ്ട നമ്മളെ ഭാര്യ കണ്ടില്ല. പിന്നെ അങ്ങനെയാണ് പോലും അല്ല പോലും. അങ്ങനെയാണെങ്കിൽ രോഗികളോട് നോമ്പെടുക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ലേ?
അല്ലേ? നോമ്പ് നോറ്റ രോഗം മാറുന്ന രോഗികൾക്ക് നോമ്പെടുക്കേണ്ടതാണ് ഇസ്ലാം പറഞ്ഞത്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഭൗതികപരമായ വ്യാഖ്യാനങ്ങളിലേക്ക് പോകേണ്ടതില്ല. ഞാൻ ഈ മൂക്കിൽ വെള്ളം കാര്യം ചെയ്ത് പറഞ്ഞത് അങ്ങനെ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യണം എന്നല്ല, അതുകൊണ്ട് ചെയ്യുമ്പോണ്ട ആ കൂലി കിട്ടൂല, ചിലപ്പോൾ ശിക്ഷ കിട്ടിയെന്നും വരും. അപ്പൊ പറഞ്ഞത് മൂക്കിൽ വെള്ളം കയറ്റുക, ചീറ്റുക, അതും നമ്മൾ ശീലിക്കണം. അതേപോലെ തന്നെ മുഖം കഴുകുമ്പോൾ നമ്മൾ പൊതുവെ ശ്രദ്ധിക്കാതെ പോകുന്ന മുഖത്തിന്റെ ആ അളവുണ്ടല്ലോ, എവിടെ മുതൽ ചെവിയുടെ ഒരു കുറ്റി മുതൽ മറ്റേ കുറ്റി വരെ, നെറ്റി മുതൽ താടിയുടെ ആ താഴ്ഭാഗം വരെ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൈകൾ കഴുകുമ്പോൾ കൈയുടെ പിൻഭാഗം, ആ മുട്ടിന്റെ ഭാഗം നനഞ്ഞത് ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ കാല്, എരിയാണിയും മഴവും നനഞ്ഞത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം വിഷയങ്ങൾ അത് കാര്യമായി സൂചിപ്പിച്ചത്. വായിൽ വെള്ളം കുപ്പിളിക്കാം, മൂക്കിൽ വെള്ളം കയറ്റിച്ചിരിക്കാം, ബ്രഷ് ചെയ്യാം. ഇത് മൂന്നോ നമ്മൾ പൊതുവെ ശ്രദ്ധിക്കാതെ പോകുന്ന വിഷയം. അത് സുന്നത്തിന് ഒരു ഘടകമായി നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ ഈ രൂപത്തിൽ സുന്നത്തുകൾ പരമാവധി പാലിക്കുവാൻ ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം എന്ന് ഓർമ്മിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തിന്റെ ഭാഗമായി ഏത് വിഷയത്തിനും നമ്മൾ അറുക്കുമ്പോൾ പോലും അല്ലെ, അറുക്കുമ്പോൾ കത്തി മൂർച്ചയാക്കണം എന്ന് പറയും. എന്തിനാ പറഞ്ഞേ? വേഗം അറക്കണം. ആ മൃഗത്തിനെ എന്ത് ചെയ്യരുത്? പീഡിപ്പിക്കരുത് എന്നാണ്. അങ്ങനെ തന്നെ പറയുമോ? മൃഗത്തിനെ പീഡിപ്പിക്കരുത്. എന്താ പ്രയോഗം അല്ലേ? അപ്പൊ വേഗം അറക്കണമെങ്കിൽ കത്തിക്ക് മൂർച്ച വേണം. അപ്പൊ എല്ലാത്തിലും നമ്മുടെ ആ ഒരു സംസാരത്തില്, നോട്ടത്തില്, ശൈലിയില്, ഇടപഴകലിലും ഒക്കെ ആ ഒരു ശൈലി ഉണ്ടാവണം. ഇന്ന് 2ാമത്തെ വെള്ളിയാഴ്ചയാണ് കേന്ദ്ര പള്ളി ഫണ്ട് ഇന്ന് നടക്കുന്നുണ്ട്. എല്ലാവരും നല്ല രൂപത്തിൽ നമ്മുടെ ഈ പള്ളിക്കും മറ്റുള്ള പള്ളികൾക്കും നല്ല രൂപത്തിൽ സഹായിക്കാൻ തയ്യാറാവുക. അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും നല്ല രൂപത്തിൽ സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിലെത്തുവാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാം കാണുന്ന അർഹമുർ-റഹീമായ അല്ലാഹുവേ, ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. അള്ളാഹു ഏത് പ്രലോഭനങ്ങളിലും പിഴച്ചു പോവാതെ, വഴിതെറ്റാതെ ഹിദായത്തോടു കൂടി നിലനിൽക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാഹുവേ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ ഈമാനെ നീ നിലക്ക് ഉറപ്പിച്ചു നിർത്തണേ റബ്ബേ. അള്ളാഹുവേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസർ വെള്ളം കോരി കൊടുക്കുമ്പോൾ അത് വാങ്ങിപ്പിക്കുന്നവരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാഹുവേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വസീല എന്ന പദവി നീ നൽകണേ റസൂലിന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകണേ റസൂലിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ ഇസ്ലാമിനെ അംഗീകരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് ജീവിക്കുവാനും മരിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും നീ നൽകണേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസർ വെള്ളം കോരി കൊടുക്കുമ്പോൾ അത് വാങ്ങി കുടിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين، وصلى الله على خاتم النبيين والمرسلين وعلى